എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ ബിഗ് ബോസിന്റെ കോമണേഴ്സിനെ കണ്ടുപിടിക്കുന്ന അഗ്നിപരീക്ഷയുടെ ഫസ്റ്റ് എപ്പിസോഡായിരുന്നു ഇന്ന് സ്റ്റാർട്ട് ചെയ്തത് അല്ലേ? നിങ്ങളെല്ലാം നിങ്ങളെല്ലാം ഇന്ന് കണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. നല്ലൊരു എപ്പിസോഡായിരുന്നു. 40 പേരായിരുന്നുള്ളത്. 40 പേരാണ് ഇന്ന് കണ്ടസ്റ്റൻസ് ആയിട്ട് വന്നിരിക്കുന്നത്. അതിൽ റെനീഷ ആയിരുന്നു ഹോസ്റ്റ്. അതുപോലെ ജഡ്ജസ് ആയിട്ട് രഞ്ജിനി ഹരിദാസ്, റിയാസ്, അതുപോലെ തന്നെ അഖിൽമാരായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ഇപ്പം കുറച്ച് ദിവസം കൊണ്ട് അതൊക്കെ തന്നെയാണ് കാണുന്നത്. അപ്പം ആദ്യം തന്നെ വന്നു. അവർ ജഡ്ജസിനെ എല്ലാം സ്വാഗതം ചെയ്തു. അവരെക്കുറിച്ച് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അങ്ങനെ കാര്യങ്ങളൊക്കെ നടന്നതിന് ശേഷം 40 പേരെ കൊണ്ടുവന്നു. അപ്പോൾ 40 പേരെ കൊണ്ടുവന്നിട്ട് ഫസ്റ്റ് ടാസ്ക് എന്താണെന്ന് വെച്ചാൽ അവർക്ക് കൊടുത്തിരുന്നതെന്ന് വെച്ചാൽ കുറേ താക്കോലുകൾ തൂക്കിയിട്ടിട്ടുണ്ടായിരുന്നു. ഈ താക്കോലുകൾ എടുത്തോണ്ട് പോയിട്ട് അതിലൊരു കോഡ് കാണും. ആ കോഡ് വെച്ചിട്ട് താഴ് തുറക്കുക. അതായിരുന്നു ഫസ്റ്റ് ടാസ്ക്. അപ്പം അങ്ങനെ ഫസ്റ്റ് ടാസ്കിൽ തന്നെ ഒരു ചതി അവിടെ നിന്നു. കുട്ടിയുടെ പേര് ഞാൻ മറന്നുപോയി. പോകെ പോകെ നമുക്ക് പേര് നമുക്ക് മനസ്സിലാവും. അപ്പം അത് തുറക്കാൻ പറ്റുന്നില്ല. എല്ലാം ജാം ആയിപ്പോയിരുന്നു. കീ എല്ലാം കൂടെ ജാം ആയിപ്പോയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തുറക്കാൻ പറ്റിയില്ല. അപ്പോൾ സഹായിക്കാൻ വേണ്ടി സഹായിക്കുന്ന രീതി ഓർത്ത് താക്കോൽ മേടിച്ച് വെച്ചു. അതൊരു പ്രശ്നമായിട്ട് എന്തായാലും തോറ്റു പോകേണ്ടതായിരുന്നു. പക്ഷെ ഒരു ചാൻസ് കൂടെ കൊടുത്തിട്ട് അങ്ങനെ 20 പേരാണ് ഫസ്റ്റ് ചാൻസിൽ കയറിയിരിക്കുന്നത്. 20 പേരെ കൊണ്ട് റെനീഷ സ്റ്റേജിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ആ 20 പേർക്കും ടാസ്ക് ആയിരുന്നു. ഭയങ്കര ടാസ്ക് ആയിരുന്നു. ഭയങ്കര അല്ല, ഓരോ ടാസ്ക്. അപ്പോൾ 20 പേരിൽ 3 ജഡ്ജസ് ആയിട്ട് ഓരോരുത്തരെ തിരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം റിയാസിന്റെ ഇഷ്ടപ്പെട്ടതല്ല, റാൻഡമിലി തിരഞ്ഞെടുത്താണ്. ഇഷ്ടപ്പെട്ട ആൾക്കാരെ എടുത്തു. രഞ്ജിനി അതുപോലെ കുറച്ച് പേരെടുത്തു. അഖിൽമാരർ കുറച്ച് പേരെടുത്തു. രഞ്ജിനിക്ക് ഏറ്റവും എല്ലാം പെൺപിള്ളേരായിരുന്നു. അഖിൽമാരാർക്ക് ഭൂരിഭാഗം ആൺപിള്ളേർ, ഒരു പെണ്ണുമായിരുന്നു തോന്നുന്നു. ബാക്കിയെല്ലാം ആണും പെണ്ണുമായിട്ടാണ് നമ്മുടെ റിയാസിന് കിട്ടിയിരിക്കുന്നത്. പല പല ആൾക്കാരുടെയും കാര്യങ്ങളൊക്കെ. പിന്നെ ആദ്യം തന്നെ റിയാസിന്റെ ടീമിനെ വിളിച്ചിട്ടായിരുന്നു ടാസ്ക്. ആ ടാസ്കിൽ 5 പേരുണ്ടായിരുന്നു തോന്നുന്നു. ഗ്ലാസ് നിരത്തി വെച്ചിട്ടുണ്ടായിരുന്നു. നിരത്തി വെച്ചിട്ട് ഒരു ഗ്ലാസ്സിനകത്ത് തന്നെ ഒരു പലക വെക്കുക. എന്നിട്ട് അതിന്റെ മുകളിൽ വെക്കുക. ഈ ഒരു ഗ്ലാസിന്റെ ബിൽഡിലായിരിക്കും നിൽക്കുന്നത്. അത് താഴെ വീഴാൻ പാടില്ല. അങ്ങനെ താഴെ വീഴാണ്ട് ബസർ അടിക്കുമ്പോൾ നിൽക്കണം. ബസർ അടിക്കുമ്പോൾ അത് ആരെയാണോ സ്റ്റഡി ആയിട്ട് കറക്റ്റായിട്ട് നിൽക്കുന്നത് അവരായിരിക്കും വിന്നർ. അങ്ങനെ വിന്നർ ആയിരിക്കുന്നത് അതിൽ ഫസ്റ്റ് 3 പേരായിട്ട് 3 പേര് ഒരേപോലെ അതിൽ വന്നിരിക്കുന്നത് അഭിരാം, അനഘ ആൻഡ് പ്രണവാണ്. 3 പേർക്ക് ഒരേ മാർഗ്ഗമായിരുന്നു കിട്ടിയിരുന്നത്. അപ്പം 3 പേരിൽ നിന്നും പ്രണവിനെയാണ് അവർ തിരഞ്ഞെടുത്തിട്ട് പെൻഡം കൊടുത്തത്. അതായത് ഇൻഫിനിറ്റി പെൻ എന്ന് പറഞ്ഞിട്ട് പെൻഡമുണ്ട്. അത് കൊടുത്തിട്ടുണ്ട്. അത് എനിക്ക് തോന്നുന്നു ഫ്യൂച്ചറിൽ അതുകൊണ്ട് അവർക്ക് പ്രയോജനമുണ്ട്. ചിലപ്പോൾ അവർക്ക് പല കാര്യങ്ങളും നെഗറ്റീവാക്കി മാറ്റാം. അതായത് അവർക്ക് ചില ഇതൊക്കെ വരുമ്പോൾ അവർക്ക് അതുകൊണ്ട് ഒഴിഞ്ഞു മാറാൻ പറ്റും. ചിലപ്പം എലിമിനേഷൻ വരുമ്പോൾ ചിലപ്പോൾ അവർക്ക് അത് എലിമിനേഷൻ നിന്ന് മാറാനൊക്കെ പറ്റുന്ന ഒരു സംഭവമായിരിക്കാം. പിന്നീട് നമുക്കത് അറിയാൻ പറ്റത്തുള്ളൂ. അതുണ്ടായിരുന്നു. അതുപോലെ രണ്ടാമത്തെ ടാസ്കിൽ വന്ന രഞ്ജിനിയുടെ അതായിരുന്നു ടീമായിരുന്നു. അതിൽ അതുപോലെ റൗണ്ടിൽ കുറച്ച് റിങ്സ് ഇട്ടിട്ട് ഇങ്ങനെ ഓരോരുത്തർ രഞ്ജിൻ്റെ പേര്, ഇവൻ്റെ പേര്, അഖിൽമാരാൻ്റെ പേരെല്ലാം പറയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടുക. അങ്ങനെ ഫസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി ഫസ്റ്റ് വിന്നറായിരിക്കുന്നത് പാർവതിയാണ്. അതിൽ വിന്നറായിരിക്കുന്നത്. ആ പാർവതിക്ക് ഇൻഫിനിറ്റി പെൻഡം കിട്ടിയിട്ടുണ്ട്. പിന്നെ മൂന്നാമത്തെ ടാസ്ക് എന്ന് പറയുന്നത് ഒരു ബോൾ ഗ്ലാസ് നിരത്തി വെച്ചിട്ട്, അത് അഖിൽമാരാൻ്റെ ടീമായിരുന്നു. ഗ്ലാസ് നിരത്തി വെച്ചിട്ട് അതിൽ ബോൾ ഇട്ടിട്ട് താഴെ ഇട്ടിട്ട് ബോൾ ഗ്ലാസ്സിൽ ഇടിക്കുക. അതിൽ ഏറ്റവും കൂടുതൽ ബോൾ ഗ്ലാസ്സിൽ കൊള്ളിച്ച ആളാണ് വിന്നർ. അങ്ങനെ വിന്നറായിരിക്കുന്നത് സജിനാണ് വിന്നറായത്. സജിനും കിട്ടി ഇൻഫിനിറ്റി പെന്ന്. ലാസ്റ്റിൽ പിന്നെ ബാക്കി 20 പേരെ മാറ്റി നിർത്തിയിട്ടുണ്ടായിരുന്നല്ലോ. അവർക്ക് വീണ്ടും ചാൻസ് കൊടുക്കാൻ വേണ്ടിയിട്ട് നാളത്തെ എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ട്. അതാണ് ഞാനിപ്പോൾ നോർമലായിട്ട് പറഞ്ഞു. എനിക്ക് ഡീറ്റെയിൽസ് ആയിട്ട് വിശദീകരിച്ച് പറയണമെന്നുണ്ട്. പക്ഷെ എങ്ങനെയാണ് പറയണമെന്ന് എൻ്റെ രീതിയിൽ ഞാനിങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. ഇതാണ് മെയിനായിട്ട് സംഭവിച്ചത്. നിങ്ങൾ എപ്പിസോഡ് കണ്ടതുകൊണ്ടാണ് ഞാനിങ്ങനെ പറഞ്ഞത്. എന്തായാലും നല്ലൊരു ഇതായിരുന്നു. ഇങ്ങനെ എല്ലാവരും പറയുന്നു കോമണേഴ്സിന് ഈസി ടാസ്ക്കാ അങ്ങനെ ഇങ്ങനെ. ഇനി പോകെ പോകെ വലിയ നല്ല നല്ല ടാസ്കുകൾ വരുമെന്ന് തോന്നുന്നു. അതുമല്ല, കോമണറിനെ തിരഞ്ഞെടുക്കാനല്ലേ. അപ്പോൾ എനിക്ക് ഇതിലൊന്നും കോമണറായിട്ടൊന്നും പകുതി മുക്കാലും ആൾക്കാർ കോമണറാണെന്ന് എനിക്ക് തോന്നുന്നില്ല. സാധാരണ ആൾക്കാരെ വേണം എടുക്കാനെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എന്തായാലും കുഴപ്പമില്ല. നാളത്തെ എപ്പിസോഡ് നല്ലതായിരിക്കട്ടെ എന്ന് വിചാരിക്കുന്നു. അപ്പം ഇനി തുടരെ നമുക്ക് ഇത് കാണാം. ഞാനിന്ന് എന്തോ ഒരു മൂഡ് ഓഫിലാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. അതുകൊണ്ട് എന്തോ ഒന്നും പറയാൻ പറ്റുന്നില്ല ഒന്നും. എന്തായാലും എപ്പിസോഡ് കണ്ട്
നമുക്ക് മിക്കവാറും 1, 2, 3, 5 പേരെങ്കിലും കോമൺ ആയിട്ട് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും കാണാം. നാളെ നല്ലൊരു അടി നടക്കുന്നുണ്ട് പ്രൊമോ. നോക്കട്ടെ എന്തായി തീരുമെന്നൊക്കെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക് യു സോ മച്ച്. ബൈ ബൈ.